വ്യൂവേഴ്സിന് നമസ്കാരം. അധിനിവേശത്തിന്റെ കാൽശൃംഖല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നെറുകിലേക്ക് പടർന്നെത്തുന്ന ദിനമാണ് 1947 ആഗസ്റ്റ് 15. വിദേശശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതുകുന്ന സുദിനം കൂടിയാണ് ആഗസ്റ്റ് 15. ആ പുണ്യദിനം നോക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവന്റെ വിലയാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം. അത് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മയ്ക്ക് മുൻപിൽ നാം പ്രണാമർപ്പിക്കാം. 1947 നിന്നും 2025 ആയപ്പോൾ നമ്മുടെ ഇന്ത്യ ഏറെ വളർന്നിരിക്കുന്നു. ചന്ദ്രയാനും മംഗളയാനുമെല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ്. അഹിംസയിൽ നിന്നൂന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പടവെട്ടുന്നു. കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളുമെല്ലാം തുടർക്കഥയാകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് തന്നെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ 79-ാം വർഷം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്നും പ്രവൃത്തിയിലേക്ക് കടന്നു വരണം. ഭാരതം എന്റെ നാടാണ്. എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഭിന്നതകളും കലഹങ്ങളും അഴിമതികളും ഒന്നുമില്ലാത്ത ഒരു ഇന്ത്യയാണ് എന്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. അതിനുവേണ്ടി നമ്മൾക്ക് ഒറ്റക്കെട്ടായി നിന്ന് പ്രയത്നിക്കാം. അന്ന് ഗാന്ധി സ്വപ്നം കണ്ടൊരു ഇന്ത്യ നമുക്ക് നേടിയെടുക്കാം. നാളേക്ക് വാഗ്ദാനങ്ങൾ നമ്മളാണ്. ലഹരിയുടെ പുറകെ പോകാതെ നന്മയുടെ മുന്നേ പോകൂ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിവുള്ള നിങ്ങൾ ക്ഷമിക്കണേ. ഭാരത് മാതാ കി ജയ്.